ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പൊരിച്ച പത്തിരിയുടെയും അതുപോലെ നല്ലൊരു ചിക്കൻ കറിയുടെയും റെസിപ്പി നോക്കിയാലോ. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേ ടേസ്റ്റിലുള്ളൊരു പൊരിച്ച പത്തിരിയും നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കറിയിലോട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്തൊന്ന് ചൂടായതിന് ശേഷം 3 മീഡിയം സൈസ് സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയതിന് ശേഷം ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് പച്ചമണം മാറിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ്. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ച ചുവയും അതുപോലെ അതിൻ്റെ ഒരു പുളിയും മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് ഇതുപോലെ ആയതിനു ശേഷം ഇതിലോട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. 1 കിലോഗ്രാം ചിക്കനാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാകും. ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഈ ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നാക്കി ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. എന്നാലും ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാകും. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ഗ്രേവി ടൈപ്പിൽ കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ ഈ ചിക്കൻ കറി. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കേണ്ടതുണ്ട്. അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ കൂടുതൽ ടൈം ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇത് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് പൊരിച്ച പത്തിരി തയ്യാറാക്കാനുള്ളൊരു ഡോ തയ്യാറാക്കണം. അതിനായിട്ട് 4 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഗ്ലാസ്സോ കപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലാണ് അളക്കാറ്. അപ്പോൾ അതിന് 4 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. അതേ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതേ അളവിലാണ് നമ്മൾ വെള്ളവും എടുക്കേണ്ടത്. എങ്കിലേ അത് കറക്റ്റ് പാകമായി വരുള്ളൂ. അപ്പോൾ വെള്ളം വെച്ചതിന് ശേഷം പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എങ്കിലേ പൊടി ഇടുമ്പോൾ അതിലോട്ട് പാകത്തിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. ശേഷം 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായി തിള വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കട്ടാതെ നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ പൊടി അളന്ന അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി കരിഞ്ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ കറുത്ത എള്ളും ചേർക്കാം. പക്ഷെ കരിഞ്ജീരകമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ മൈദപ്പൊടിയും കരിഞ്ജീരകമൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു തളിക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ പൊടി ഉള്ളത് കൊണ്ട് തന്നെ പകുതിയോളം പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് നന്നാക്കി കുഴച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൊണ്ട് നമ്മളിത് കുഴച്ചെടുക്കുന്ന ഇടയ്ക്ക് കയ്യെ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാൻ. വെള്ളം കൂടി പോകരുത്. ഇത് കുഴച്ചിട്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ മുഴുവൻ പൊടിയും കുഴച്ച് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാക്കി കിട്ടിയിട്ട് നമ്മളിത് കുഴക്കുന്നതിലാണ് ഈ പത്തിരിയുടെ ടേസ്റ്റ്. നമുക്ക് കുഴച്ച് ഈ മാവ് റെഡിയായി കിട്ടിയാലേ പത്തിരിയും അതുപോലെ നന്നാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കടകളിലൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് കനത്തിലൊക്കെ ഇത് ഉണ്ടാകും. അതുപോലെ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് വീട്ടിലെ ആവശ്യത്തിന് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് മാത്രമേ ഇതിന് കനമുള്ളൂ. അതുപോലെ വലുപ്പവും കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിക്ക് നിങ്ങൾക്കിത് പരത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാനിതൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഡോയും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ പുറംഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവുകയും അതുപോലെ ഉൾഭാഗം കറക്റ്റ് വേവുകയും ഇല്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് പാകമാവുമ്പോൾ ഈ എണ്ണയുടെ മുകളിലോട്ട് ഇത് പൊങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങ് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റാണ്.
അതുപോലെ ഈ ചിക്കൻ കറി ഇതിന് അടിപൊളി കോമ്പിനേഷനാണ് ഈ പൊരിച്ച പത്തിരിയിലിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതുപോലെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.